الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹുവും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ആ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി മരണത്തെ സ്വീകരിക്കുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികൾക്ക് തങ്ങളുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ അടുത്ത ആളാകുന്നു എന്നാണ് സൂറ അഹ്സാബിലെ 6-ാമത്തെ ആയത്തിൽ നാം ഓതിക്കേട്ട വചനത്തെ സൂചിപ്പിക്കുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ആ പ്രവാചകൻ സ്വന്തം ദേഹങ്ങളെക്കാൾ, അവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടുപോകുന്നൊരായത്താണ്. സ്വന്തം ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നതിനും നല്ല ഭക്ഷണം കഴിക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ സുഖകരമല്ലാത്ത അവസ്ഥ, അതിനാണ് അസുഖം എന്ന് പറയാ. സുഖമില്ലാത്ത അവസ്ഥയാണ് അസുഖം. അത് വരുമ്പോഴേക്ക് അതിനാവശ്യമായ മരുന്നുകൾ സ്വീകരിച്ച് ശരീരത്തെ സുഖപ്പെടുത്തുകയും അസ്വാസ്ഥ്യമുണ്ടാകുമ്പോൾ സ്വസ്ഥതയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാ പരിശ്രമവും നടത്തുകയും, അങ്ങനെ നമ്മുടെ ശരീരത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സ്വന്തം ശരീരത്തോട് നമുക്ക് ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. സമയത്ത് ഉറങ്ങുക, സമയത്ത് എഴുന്നേൽക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, സമയമാകുമ്പോൾ കുളിക്കുക, വൃത്തിയാവുക, ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ സ്വന്തം ശരീരത്തെ എല്ലാവരും അങ്ങേയറ്റം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അതിനെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ ഉദാഹരണമാണ് ഖുർആൻ പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ സത്യവിശ്വാസികൾക്ക് ആ സ്വന്തം ദേഹങ്ങളെക്കാൾ പ്രിയപ്പെട്ടവനാകണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നീ ഒരൊറ്റ ആയത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ആ പ്രവാചക തിരുമേനിയുടെ ഭാര്യമാർ നമ്മുടെ മാതാക്കളാകുന്നു എന്നാണ്. ആ വിശ്വാസികളുടെ മാതാക്കളാകുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതാണ് ആത്മബന്ധം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഉമ്മമാരാകുന്നു അവർ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ മറ്റ് വിശ്വാസികൾക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല. കാരണം എന്താ? എല്ലാവരുടെയും മാതാക്കളാകുന്നു.
ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയ കൂട്ടത്തിൽ ആദ്യം എണ്ണി പറഞ്ഞത് സ്വന്തം മാതാക്കളെയാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ അർത്ഥത്തിൽ നമ്മുടെ സ്നേഹഭാജനമായി മാറുന്നുണ്ടോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾക്ക് ആ പ്രവാചകൻ പ്രിയപ്പെട്ടവനാകണമെന്നത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ആ വിഷയത്തിൽ തർക്കമില്ല, എല്ലാവരും അംഗീകരിക്കും. പക്ഷെ അതെങ്ങനെയാകണമെന്നതും ചരിത്രത്തിലൂടെ നിരവധി സംഭവങ്ങളിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടവും മദീന കാലഘട്ടവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖിലാഫത്തിന്റെ കാലഘട്ടവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും പിന്നീട് 50ഉം 60ഉം കൊല്ലമൊക്കെ ജീവിച്ചിരുന്ന ഹിജ്റ 50ലും 60ലും ഒക്കെ മരിച്ച പ്രവാചക പത്നിമാരുടെ ജീവിതവും ആ സ്വഹാബികളെ കണ്ട താബികളുടെയും അവരെ കണ്ട തബഉ താബികളുടെയും ജീവിതവും എടുത്ത് പരിശോധിച്ചാൽ മതി. അപ്പൊ മനസ്സിലാകും എങ്ങനെയാണ് അവർ പ്രവാചകനുമായി ചേർന്ന് നിന്നത് എന്ന്. അവിടെ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും പ്രിയപ്പെട്ടവനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ അവിടെയുണ്ടായിരുന്ന യഹൂദ മതവിശ്വാസികളായിരുന്നാലും ക്രൈസ്തവ മതവിശ്വാസികളായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും അവര് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തിലാകുന്നു എന്നാണ്. അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സ്നേഹിക്കുന്നവരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള സ്നേഹം അവകാശപ്പെടുന്നവരായിരുന്നു. ആ യഹൂദികളും ക്രൈസ്തവരും മുശ്രിക്കുകളും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ 4 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാവും സ്നേഹവും അവകാശപ്പെടുന്നവരായി മക്കയിലുണ്ട്. വിശുദ്ധ ഖുർആൻ അതിന് തീർപ്പ് കൽപ്പിച്ചു. മാകാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഷിർക്ക് ചെയ്യാത്തവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അന്ന് യഹൂദികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടോ ക്രൈസ്തവ സമൂഹം ആചരിച്ചു പോരുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടോ ആ ഇബ്രാഹിമിന് ഒരു ബന്ധവുമില്ല. അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഖുർആൻ എടുത്തു പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രഖ്യാപനമാണ് ഇന്നി വജ്ജഹതു വജ്ഹിയ അല്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഷിർക്കിന്റെ ഒന്നുമായും യോജിച്ചു പോകാത്ത പൂർണ്ണമായും ഋജുമാനസനായ മുസ്ലിമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ ഇബ്രാഹിം നബിയോടുള്ള സ്നേഹം അവകാശപ്പെടുന്നവരും മക്കയിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ യഥാർത്ഥത്തിൽ പിൻപറ്റുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയിലുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ ആദ്യമായി പണി കഴിപ്പിച്ച കഅബാലയം ഏകദൈവാരാധനയുടെ ഏറ്റവും വലിയ ഉദാഹരണവും കേന്ദ്രവും. അവിടെയാണ് 300-ൽ പരം വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് സ്നേഹം പ്രകടിപ്പിച്ചത്. അവർ പറയുന്നത് എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്നേഹം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ചിത്രം അവർ വരച്ചു വെച്ചു, വിഗ്രഹം അവരുണ്ടാക്കി. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചിത്രം വരച്ചു വെച്ചു, വിഗ്രഹമുണ്ടാക്കി. അവരുടെ പിറകുഭാഗത്ത് അവർ ആവനാഴിയിൽ അമ്പ് നിറച്ചു വെച്ച് ആ അമ്പ് ഇങ്ങനെ എടുത്തിട്ട് ഭാഗ്യ നിർഭാഗ്യങ്ങൾ പരീക്ഷിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ തീരുമാനിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ആകുന്നു എന്നവർ വിശ്വസിച്ചു. അങ്ങനെയാണ് ആ സ്നേഹം വഴിമാറിപ്പോയത്. ഏറ്റവും നല്ല ഉദാഹരണമാണത്. എന്തിനാ ഖുർആൻ വിശദീകരിച്ചത്? അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് സംഭവിക്കാതിരിക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 9-ാമത്തെ വയസ്സിൽ അടിമച്ചന്തയിൽ ഒരു കൊള്ളസംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ട് പിൽക്കാലത്ത് അറിയപ്പെട്ട സഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ അങ്ങനെ കൊള്ളസംഘത്തിന്റെ കയ്യിലകപ്പെട്ട് അടിമച്ചന്തയിൽ അന്ന് അടിമ സമ്പ്രദായമുണ്ടല്ലോ, വിറ്റു. പിന്നീട് സെയ്ദ് ബിൻ ഹാരിസ ചെറുപ്പത്തിലെ എത്തിപ്പെടുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിലാണ്. അന്ന് മക്കയിലെ വർത്തക പ്രമാണിയാണ്, അവർ കച്ചവടക്കാരിയാണ്.
അടിമച്ചന്തയിൽ നിന്ന് അങ്ങനെ വൃത്തിനായി വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുമ്പോ ഖദീജയുടെ കൂടെ റളിയല്ലാഹു അൻഹ അവരുടെ കൂടെ സെയ്ദ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ മോചിതനാക്കി. പിന്നീട് സെയ്ദ് മക്കയിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് സെയ്ദിന്റെ പിതാവും പിതൃവിനുമൊക്കെ അവനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി നബിയുടെ അടുത്ത് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ സെയ്ദിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഞാൻ അവന്റെ പിതാവാണ്, ഇതവന്റെ പിതൃവ്യനാണ്, ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിലും തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, സെയ്ദിന് സമ്മതമാണെങ്കിൽ സെയ്ദ് നിങ്ങളുടെ കൂടെ വരട്ടെ എന്നാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഏറ്റവും മാന്യനായ, ഏറ്റവും ബഹുമാന്യനായ, ഏറ്റവും ആദരണീയനായ, ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്റെ കൂടെയാകുന്നു, ഞാൻ തിരിച്ചു വരുന്നില്ല എന്നാണ്. അങ്ങനെയാണ് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്ന് പ്രവാചകൻ ഒരു മകനെ പോലെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതേപോലെ തന്നെയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹിയുമായി ആര് സഹവാസവും ആരംഭിച്ചുവോ അവർ പ്രവാചകനെ വിട്ടുപോയതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ആ പ്രവാചകന്റെ തണലിൽ വളർന്നു വന്ന ആളുകൾ എല്ലാവരും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവൻ തുല്യം സ്നേഹിച്ചു. എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് ഒരു അമ്പും ഏൽക്കാൻ പാടില്ല, പ്രവാചകന് മുറിവ് പറ്റുവാൻ പാടില്ല എന്ന് വിചാരിച്ച് സ്വഹാബികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഒരു വലയം തീർക്കുകയാണ്. അവര് സംരക്ഷണ കവചമായി മാറുകയാണ്. ഉഹദ് യുദ്ധ ദിവസം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ശത്രുക്കളുടെ ഒരു അമ്പ് പോലും താങ്കൾക്ക് ഏൽക്കുകയില്ല, എന്റെ നെഞ്ചുണ്ട് പ്രവാചകരെ താങ്കളുടെ സംരക്ഷണത്തിനുള്ള പരിചയായി എന്ന് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അഖബ ഉടമ്പടിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അഖബ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഹിജ്റ ആരംഭിക്കുന്നതിന് മുമ്പ് മദീനയിൽ നിന്നുള്ള ഒരു സംഘം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി മക്കയിലേക്ക് വരികയാണ്. ഈ സന്ദർഭത്തിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അവരുമായി സംഭാഷണത്തിന്റെ മധ്യസ്ഥനായി നിന്ന്, അങ്ങനെ മദീനയിലേക്ക് പ്രവാചകൻ വരികയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകനെ എപ്രകാരം സംരക്ഷിക്കും? അവർ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ, ഞങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നതിനേക്കാൾ, ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് അവർ പോയി. പിന്നീടാണ് ഹിജ്റയുണ്ടാകുന്നത്. ഹിജ്റയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഇങ്ങനെ യാത്ര ആരംഭിക്കുമ്പോ അവര് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രവാചകനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ മരങ്ങളുടെ മുകളിൽ കയറി നിന്നു, കുന്നിന്റെ മുകളിൽ കയറി നിന്നു. എന്നുള്ളത് പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് ഇങ്ങനെ വരുമ്പോ അവരുടെ ആ സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ്. തലഅൽ ബദ്റു അലൈനാ എന്നാണ് ഒരു പാട്ടുപാടിയത്. ഞങ്ങളുടെ മുകളിൽ ഇതാ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു, മദീനയാകമാനം പ്രകാശപൂരിതമായി എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന കവിതയാണത്. തലഅൽ ബദ്റു അലൈനാ എന്ന് പറയുന്ന കാവ്യം. എന്റെ വീട്ടിലേക്ക് പ്രവാചകൻ വരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വീട്ടിൽ താമസിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അതിഥിയാകണം എന്ന് ഓരോ സഹാബിയും ആഗ്രഹിക്കുന്നു. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത സ്നേഹത്തോടുകൂടി എല്ലാവരും പ്രവാചകൻ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് ആ വീട്ടിൽ ഞാൻ താമസിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം ഇങ്ങനെ മദീനയിലെത്തി. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അൻസ്വാരിയായ സഹാബിയുടെ വീട്ടിന്റെ മുമ്പിൽ മുട്ടുകുത്തി. ആ സഹാബിക്കുണ്ടായ സന്തോഷമൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. നബിനെ കാണാൻ ഒരുപാട് ആളുകൾ പിന്നെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലേക്ക് വരിക. അവിടെ ഒരു സംഭവം ചരിത്രം പറയുന്നത്, അബൂ അയ്യൂബുൽ അൻസാരി മദീനയിൽ അത്യാവശ്യമൊക്കെ സാധ്യതകളുള്ള, ജീവിക്കാൻ വകയുള്ള ഒരു സഹാബിയാണ്. അപ്പൊ വീട്ടിന് ഇങ്ങനെ ഒരു മുകളിൽ ഒരു ചെറിയ റൂം കൂടെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ റസൂലുള്ള ഈ വീട്ടിലാണ് താമസിക്കുന്നത് എന്നറിഞ്ഞപ്പോ കൂട്ടം കൂട്ടമായി കാണാൻ വരികയും
ആ സൗകര്യത്തിന് വേണ്ടി പ്രവാചകൻ താമസിക്കുന്നത് ആ വീട്ടിന്റെ താഴത്തെ നിലയിലാണ്. അബൂ അയ്യൂബുൽ അൻസാരി വീട്ടിന്റെ മുകളിലെ റൂമിൽ താമസിക്കാൻ നിർബന്ധിതരായി. അതിൽ അദ്ദേഹം അതീവ ദുഃഖിതനായി എന്നാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ, തലയുടെ മുകളിൽ കിടന്നുറങ്ങുവാനും ഇരിക്കുവാനും താമസിക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ വിഷമം നോക്കൂ നിങ്ങൾ. അത്രമേൽ അവർ പ്രവാചകനെ സ്നേഹിച്ചു. ബദർ യുദ്ധ ദിവസം തന്റെ കയ്യിലുള്ള വടി കൊണ്ട്, വില്ലുകൊണ്ടാണ് എന്നും, കയ്യിലുള്ള വില്ലുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശരിയാക്കിയതെന്നും വടി കൊണ്ടാണ് എന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരി ഇങ്ങനെ ശരിയാക്കുമ്പോഴാണ് ആ വരിയിൽ നിന്ന് മാറി നിൽക്കുന്ന സവാദ് ഇബ്നു ഖസിയ എന്ന് പറയുന്ന അൻസാരി സ്വഹാബി, നമുക്കറിയാം ആ സംഭവം, പ്രവാചകന്റെ ശരീരത്തിൽ ചുംബിക്കുന്നതിന് വേണ്ടി ഒരു രംഗമുണ്ടാക്കി. നബി ഇങ്ങനെ വടിയോണ്ടൊന്നും ഇങ്ങനെ തട്ടിയതാണ് സ്വപ്പ് ശരിയാക്കുവാൻ. അത് അനീതിയാണ്, അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുകയും സഹാബികളൊക്കെ രൂക്ഷമായി അദ്ദേഹത്തെ നോക്കുകയും അവസാനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം ചെയ്യുന്നതിന് വേണ്ടി തന്റെ ഉടയാട പൊക്കി കാണിക്കുകയും ചെയ്തപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തുരുതുരാ ചുംബിച്ച് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിച്ച്, ഞാൻ പോകുന്നത് യുദ്ധക്കളത്തിലേക്കാകുന്നു, ഞാൻ എങ്ങാനും അവിടെ ഷഹീദായാൽ എന്റെ ശരീരം അവസാനമായി ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവുമായിട്ടാണ് ചേർന്നത് എന്ന ആഗ്രഹത്തോടുകൂടി എനിക്ക് മരിച്ചു വീഴാമല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച സവാദ് ഇബ്നു ഖസിയ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പ്രവാചകൻ മരിച്ച ദിവസം മദീന ഇരുട്ടുമൂടിയതുപോലെയുള്ള ഒരു ദിവസം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് സഹാബികൾ പറഞ്ഞ ദിവസമാണത്. പിന്നെ അവിടെ നിൽക്കാൻ കഴിയാതെ മദീന വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ മുഅദ്ദിനാണ്, മദീനയെ പുളകം കൊള്ളിച്ചുകൊണ്ട് പ്രഭാതത്തിൽ ബിലാലിന്റെ ബാങ്കുലിയാണ് മദീനയിൽ ഉയർന്നിരുന്നത്. ആ ബിലാൽ പിന്നെ ഷ്യാമിലേക്ക് പോയി. പിൽക്കാലത്ത് രണ്ടാമത് ഖലീഫ അവിടെ സന്ദർശിച്ചപ്പോ ഒരിക്കൽ കൂടി ബാങ്ക് വിളിക്കുവാൻ ആവശ്യപ്പെട്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ കഴിയാതെ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ് ഒരു തേങ്ങലോടുകൂടി നിർത്തിയ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച സ്നേഹത്തിന്റെ, അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ ചരിത്രത്തിൽ എമ്പാടും ഉദാഹരണങ്ങൾ. അവരെങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത് നോക്കൂ നിങ്ങൾ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 2 വർഷക്കാലം ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ 2 റബീഉൽ അവ്വൽ ഏതായാലും കഴിഞ്ഞു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ആരാ അബൂബക്കർ എന്ന് പറഞ്ഞാൽ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്, നബിയുടെ അമ്മോശനാണ്, കുടുംബ ബന്ധമുണ്ട്. ഹിജ്റയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹകാരിയായി പ്രത്യേകമായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. സൗർ ഗുഹയിൽ പ്രവാചകന്റെ കൂട്ടാളിയായി സന്നിഗ്ധമായ ഘട്ടത്തിൽ പ്രവാചകന് തുണയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ 1ാമത്തെ ഖലീഫ 2 വർഷം ഭരിച്ചു. രണ്ടാമത് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു 634 മുതൽ 644 വരെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഹിജ്റ 10 വർഷക്കാലം. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. പ്രവാചകന് താങ്ങും തണലുമായി നിന്ന സ്വഹാബിയാണ്, ധീരനായ സ്വഹാബി. ഉമറിന്റെ ഭരണകാലഘട്ടം ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗാന്ധിജി പോലും പറഞ്ഞ മാതൃകാ ഭരണാധികാരി. നമ്മുടെയൊക്കെ ചരിത്രത്തിൽ ഒറ്റയേറെ വായിക്കുന്ന സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഭരിച്ചു. ശേഷം വരുന്നത് 12 കൊല്ലമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. റസൂലുള്ളാഹിയുടെ 2 മക്കളെ വിവാഹം കഴിച്ച സ്വഹാബിയാണ്. ദുന്നൂറൈൻ, ഇരട്ടപ്രകാശത്തിന്റെ ഉടമ എന്ന പേരിന് അർഹനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ 4ാമത്തെ ഖലീഫ 5 വർഷം ഭരിച്ച 656 മുതൽ 661 വരെയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം എന്നാണ്. ചെറുപ്പത്തിലേ നബി എടുത്ത സ്വഹാബി. തന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് റസൂലുള്ള പറഞ്ഞ ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചു കൊടുത്ത തന്റെ മരുമകൻ. അങ്ങനെ ഖിലാഫത്തിന് ഏതാണ്ട് 30 കൊല്ലം ഈ 4 ഖലീഫമാർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 30 കൊല്ലക്കാലം ഭരണം നടത്തിയിട്ട് അവരെങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചു. ആ ചരിത്രം നമുക്ക് മാതൃകയാണ്.
നമ്മുടെ പ്രവാചക സ്നേഹം വഴിമാറിപ്പോകുമ്പോൾ നമ്മൾ അതിനുള്ള ഉരക്കല്ലായി നോക്കേണ്ടത് ഇവരുടെ ജീവിതമാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹിയിൽ നിന്ന് നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രവാചകൻ ആരുടെ മടിയിൽ വെച്ചുകൊണ്ടാണ് തലചായ്ച്ചത്, അവസാനമായി കണ്ണടച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റ 58-ലാണ്. ഹിജ്റ 58 എന്ന് പറഞ്ഞാൽ ഹിജ്റ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അപ്പോ റസൂലുള്ള വഫാത്തായിട്ട് 48 കൊല്ലം പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചു. ആലോചിച്ച് നോക്കണം നമ്മൾ. അതില് പ്രവാചക പത്നിമാരായ ഒട്ടേറെ നമ്മുടെ ഉമ്മമാര് പിന്നെ എത്രയോ കൊല്ലം ജീവിച്ചിരിക്കുന്നു. സൗദ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റ 54-ലാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഹിജ്റ 41-ലാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് 51 കൊല്ലം കഴിഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഹിജ്റ 61-ലാണ്. അതേപോലെ തന്നെ ജുവൈരിയ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റ 56-ലാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റ 44-ലാണ്. സഫിയ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റ 50-ലാണ്. ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് അവർ ഹുബ്ബുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടമാക്കിയത്? 2 രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഒന്ന്, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിലേക്ക് കയറണം. നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ വ്യക്തിയായി മാറണം. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ പ്രവാചകന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ മുന്തി നിൽക്കണം. അപ്പോ ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞെന്ന് ഉറപ്പായി. അങ്ങനെ മുന്നോട്ട് പോയാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ പുറത്താകും. എന്റെ ഭാര്യ ഞാനുമായി പിണങ്ങാൻ സാധ്യതയുണ്ട്. എന്റെ അമ്മാവന്മാരും എളാപ്പമാരും ഒക്കെ എന്റെ വീട്ടിൽ നടക്കുന്ന പരിപാടികളിലൊന്നും പങ്കെടുക്കുകയില്ല. എന്നെ അവർ പുത്തൻവാദിയായി മുദ്ര കുത്താൻ സാധ്യതയുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. അവിടെയാണ് സ്വന്തം ഇഷ്ടത്തെക്കാൾ റസൂലുള്ളാഹിയുടെ ഇഷ്ടം മുന്നിൽ നിൽക്കേണ്ടത്. ഭാര്യ പറയാണ്, നിങ്ങൾ ഈ മീശക്കറി ചെറുതാക്കി താഴേക്ക് വെച്ച് നടന്നാൽ ശരിയാവില്ല, എനിക്ക് വലിയ കട്ടിയുള്ള മീശയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാലോ? അപ്പൊ നബിന്റെ ഇഷ്ടം ഏതാ? നിങ്ങൾ ഈ വസ്ത്രമൊക്കെ ഇങ്ങനെ ഈ ഒരു നെരിയാണിക്ക് താഴേക്ക് വസ്ത്രം എടുത്ത് അതൊന്നും സുഖമില്ല, നിങ്ങൾ നല്ല ഒരു ഇറക്കൊക്കെ ഉള്ള ഒരു പലാസ പാൻറ്റൊക്കെ തലയ്ക്ക് ഇഷ്ടപ്പെടുന്നു ഭാര്യ പറഞ്ഞാലോ? അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ മുഖമക്കനെയൊക്കെ ധരിച്ച് മാറത്തേക്കൊക്കെ ഇറക്കിയിട്ട് നല്ല വൃത്തിയിൽ ഇസ്ലാമികമായ വേഷം ധരിച്ചു പോകുമ്പോ എന്താ എന്റെ കൂടെ അങ്ങനെ പോരാൻ പറ്റില്ല, ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ പോരണമെന്ന് പറഞ്ഞാലോ? അവിടെയാണ് ഈ പ്രശ്നം വരിക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണോ അതിന് നമ്മൾ മുൻഗണന കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ ഒന്നാം സ്ഥാനമായി. അങ്ങനെയാണ്. അതാണ് പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ, അല്ലെങ്കിൽ വവലദിഹി വന്നാസി അജ്മഈൻ. അത് ശരിയാണ്. സ്വന്തം മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ സ്വന്തത്തെക്കാൾ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പ്രവാചകനോട് അകമഴിഞ്ഞ സ്നേഹം, വല്ലാത്ത സ്നേഹം. നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നമുക്ക് സ്നേഹമുണ്ടല്ലോ, ഒരു എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കാത്തവരായി ഒരു ആവറേജ് ബുദ്ധിയുള്ള മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല. മാതാപിതാക്കളോടുള്ള സ്നേഹത്തിലാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. മാതാപിതാക്കളോടുള്ള വെറുപ്പിൽ അള്ളാഹുവിന്റെ വെറുപ്പുണ്ട്. സുഖ്തുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കോപം, അനിഷ്ടം, അത് അള്ളാഹുവിന്റെ കോപമാണ്. മാതാപിതാക്കളുടെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാൽ കീഴാകുന്നു സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മ അങ്ങനെ കാലുവെക്കിയ സ്വർഗം കാണാമല്ല. സ്വർഗം വേണോ? ഉമ്മാന്റെ തൃപ്തിയില്ലാതെ സ്വർഗത്തിന് പോകാൻ കഴിയില്ലാന്ന്. അതാണ് ഇതിന്റെ ഒരു അർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം, അങ്ങനെ സ്വർഗം നൽകുവാൻ കഴിയുന്ന പദവിയിലേക്ക് ഓരോ മാതാവും ഉയരണം മക്കളെ വളർത്തുന്ന കാര്യത്തിൽ. അങ്ങനെ അർത്ഥം. ഈ മാതാപിതാക്കളോട് എന്റെ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്ന ഒരാൾ അങ്ങാടിയിൽ വന്നിട്ട് എന്റെ ഉമ്മാനും ഇപ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഓരോ ഇഷ്ടമാണ് എന്റെ വലിയ ഇഷ്ടം എന്നൊക്കെ പറയുന്ന അങ്ങാടി എന്ന് പറയുന്ന ആള് വീട്ടിൽ ചെന്നാലും ഉമ്മ പറഞ്ഞൊന്നും കേൾക്കില്ല, വാപ്പ പറഞ്ഞൊന്നും കേൾക്കില്ല. ആളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? വീട്ടിൽ ചെന്നാൽ ഉമ്മ പറയുന്നതിന് നേരെ ഉൾട്ട. മക്കളൊക്കെ നല്ല ശ്രദ്ധിക്കണം. ഇന്ന് മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ പരാതി ഇതാണ്, മക്കളൊന്നും പറഞ്ഞു കേൾക്കണില്ല, ഒരു സംഗതിക്ക് കിട്ടുന്നില്ല.
ഉള്ള സമയം മുഴുവൻ മൊബൈലും ഇരിക്കുകയാണ്. ഇപ്പൊ മൊബൈലിനോടാണ് ഇഷ്ടം. മൊബൈലിനേക്കാളും, മൊബൈൽ എന്ന് പറയുന്ന ഒരു ഡിവൈസിനേക്കാളും പോലും ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല ഇന്ന്. അത് നമ്മുടെ സൊസൈറ്റിയിലുണ്ടായ വലിയൊരു മാറ്റത്തിന്റെ വലിയൊരു പരാജയമാണ്. ജീവിത മാറ്റത്തിലൂടെ ഉണ്ടായൊരു വേറെ വിഷയമാണ്. അപ്പൊ അങ്ങനെ സ്കൂളിൽ വരുമ്പോ, ജോലി സ്ഥലത്ത് വരുമ്പോ, അങ്ങാടിയിൽ വരുമ്പോ, കൂട്ടുകാർക്കിടയിൽ വരുമ്പോ, സമൂഹത്തിലൊക്കെ ഉമ്മാനോടും ഉപ്പാനോടും ഭയങ്കര സ്നേഹമുള്ള ആളാന്ന് ബടായി പറയുന്നവർ വീട്ടിൽ ഉമ്മയും ഉപ്പയും പറഞ്ഞത് അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയാളെ യഥാർത്ഥ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ കൃത്യമായി ഒരു കാര്യം വിശദീകരിച്ചു. ആ കാര്യം കൃത്യമാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഇതാണ് ഹഖ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാലും പിന്നെ നീക്കിയും ചെരിച്ചും വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പ്രവാചകനോട് സ്നേഹമില്ല. അപ്പൊ ഒന്നാമത്തേത്, റസൂലുള്ള നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം, നമുക്ക് മഹബത്ത് അങ്ങനെയുണ്ടല്ലോ, ഇഷ്ടം, പ്രേമം, നമ്മുടെ സ്നേഹഭാചനം എന്ന നിലയിൽ ലോകത്ത് ഒന്നാമത്തെ വ്യക്തിയായി വരണം. രണ്ടാമത്തെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടവൻ നാളെ എന്റെ കൂടെ സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബാക്കിറാം റളിയല്ലാഹു അൻഹും, ഖലീഫമാർ, അതേപോലെ തന്നെ പ്രവാചക പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, താബിയകള്, തബഉ താബിയകള്, ഇവരൊക്കെ കാണിച്ചു തന്ന ആ രൂപത്തിലുള്ള ഒരു പ്രവാചക സ്നേഹത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്ന് പറയുവാൻ കഴിയുക. രണ്ടാമത്തേത്, നമ്മുടെ നാട്ടിൽ അതിന്റെ പേരിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ റസൂലുള്ള വിലക്കിയ കാര്യങ്ങളുണ്ട്. ഇർതഖബ്തു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ല ഈണമുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയി പ്രവാചകരെ, അങ്ങയോട് ഞാൻ ശികായത്ത് ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആവലാതി ബോധിപ്പിക്കുന്നു. തെറ്റ് ചെയ്ത ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല ആവലാതി ബോധിപ്പിക്കേണ്ടത്. മങ്കൂസ് മൗലൂദൊക്കെ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനെതിരാണ്. ആദം നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ മുൻനിർത്തിയാകുന്നു പ്രാർത്ഥിച്ചത്, ഖുർആനെതിരാണ്. നൂഹ് നബി അലൈഹി സ്വലാം പ്രളയമുണ്ടായപ്പോൾ ആ കപ്പലിൽ രക്ഷപ്പെടാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ മുൻനിർത്തിയാണ് പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയിലെറിയപ്പെട്ടപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം കൊണ്ടാണ് രക്ഷ കിട്ടിയത്. ഏതുവരെ എന്ന് വെച്ചാൽ ആ കപ്പല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവെള്ളയിലായിരുന്നു കൊണ്ടുപോയത് എന്ന് അവിടെ പറയുന്നുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നിടത്ത് അനാ കുൻതു മഅ നൂഹിൻ, ഞാൻ നൂഹ് നബിന്റെ കൂടെ ഉണ്ടായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് മഹാന്മാരായ വലിയകളുടെ പേരിൽ, അമ്പിയാക്കളുടെ പേരിൽ, സ്വാലിഹീങ്ങളുടെ പേരിൽ, സിദ്ദീഖീങ്ങളുടെ പേരിൽ, ശുഹദാക്കളുടെ പേരിലൊക്കെ പല ആളുകളും എഴുതിയുണ്ടാക്കിയ സംഗതികളാണ്. അങ്ങനെയുള്ള ഖുർആന് വിരുദ്ധമായ വിശ്വാസങ്ങളും ശിർക്കൻ കാര്യങ്ങളും കൂടെ മദ്ഹ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പാടുന്നു എന്നത് അതിന്റെ അപകടകരമായൊരു വശമാണ്. അതുകൂടെ നമ്മൾ ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നിങ്ങളെന്താ ഈ കാലം വരുമ്പോ നിങ്ങൾക്ക് നബിനോട് സ്നേഹമൊന്നുമില്ലേ, നിങ്ങൾ എന്തിനാ അങ്ങനെ കുറ്റം പറയാൻ പോകുന്നത്, ആൾക്കാരെന്താ ആയിക്കോട്ടെ, ഓര് ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ നോക്കൂ, നിങ്ങൾ സ്വഹാബികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സംസാരത്തിന്റെ മുന്നോടിയായി, അതിന്റെ റുക്നുകളായി, അതിന്റെ ആമുഖമായി പറഞ്ഞത് വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാക്കുന്ന, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ വലാല വകുല്ല വലാലത്തിൻ ഫിന്നാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1000 തവണയെങ്കിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വെറുക്കപ്പെട്ട ഒരു കാര്യം, തിന്മയാകുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കൈകൊണ്ടോ നാവുകൊണ്ടോ തടയുകയോ മനസ്സുകൊണ്ട് വെറുക്കുകയോ ചെയ്യുക എന്നത് ഈമാനിന്റെ ഭാഗമാകുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഉപദേശത്തെ മുൻനിർത്തിയാണ് സഹോദരങ്ങളെ സാന്ദർഭികമായി വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അള്ളാഹുവിന്റെ പ്രവാചകനെ അതിരറ്റ് സ്നേഹിക്കുവാനും പിൻപറ്റുവാനും അതിൽ മുൻഗാമികളുടെ മാതൃക സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കും.